സ്റ്റോറി സ്പേസിലേക്ക്, ഈ കഥയിടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചാനലിൽ മുമ്പ് വായിച്ച കഥകൾ കേൾക്കുന്നതിനായി ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ മതിയാകും. ചിരിപ്പിക്കുകയും അതോടൊപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ കഥകൾ എന്ന് തെന്നാലി രാമൻ കഥകളെ വിശേഷിപ്പിക്കാം. ആന്ധ്രയിലെ കൃഷ്ണ ജില്ലയിലെ ഗാർലപ്പാട് ഗ്രാമത്തിൽ രാമയ്യയുടെ മകനായി രാമൻ ജനിച്ചു. രാമൻ്റെ കുഞ്ഞുനാളിൽ തന്നെ പിതാവ് മരണമടഞ്ഞതിനാൽ അമ്മയുടെ നാടായ ഗുണ്ടൂർ ജില്ലയിലെ തെനാലി ഗ്രാമത്തിൽ ജീവിച്ചു പോന്നു. അങ്ങനെ തെനാലി രാമൻ എന്ന പേരിൽ പിന്നീട് പ്രശസ്തനായി. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം തെനാലി രാമലിംഗ എന്നായിരുന്നു. വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായരുടെ വിദൂഷകനായി പിന്നീട് സേവിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളും അനുഭവങ്ങളും ഒന്നാന്തരം കഥകളായി മാറി. വികടകവി, തെലുങ്കു കവി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഇന്നൊരു തെന്നാലി രാമൻ കഥ കേൾക്കാം. മഹാവികൃതിയായിരുന്നു തെന്നാലി രാമൻ. അവൻ്റെ 12-ാം വയസ്സിൽ പഠനവും അവസാനിച്ചു. എങ്കിലും ഗുരുവിൻ്റെ പക്കൽ നിന്ന് വേണ്ടുന്ന അറിവ് ഇതിനോടകം അവൻ സമ്പാദിച്ചു കഴിഞ്ഞിരുന്നു. മടിയനായിരുന്ന രാമൻ പണിക്കൊന്നും പോകാതിരുന്നതിനാൽ കുടുംബം പട്ടിണി കൊണ്ട് വീർപ്പുമുട്ടി. വായാടിയായിരുന്ന രാമൻ നാട്ടുകാരുമായി വഴക്കിട്ട് തല്ലുകൊടുക്കുകയും വാങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. അതേസമയം മുഖസ്തുതിയും കള്ളവും പറയുന്നത് രാമന് ഇഷ്ടമായിരുന്നില്ല താനും. ആരുടെ മുഖത്ത് നോക്കിയും അപ്രിയ സത്യങ്ങൾ പോലും വെട്ടിത്തുറന്ന് പറയുന്ന ശീലമായിരുന്നു അവൻ്റേത്. ഒരിക്കൽ തെനാലി ഗ്രാമം വരൾച്ച കൊണ്ട് വല്ലാതെ വലഞ്ഞു. അരുവികളും കുളങ്ങളും പുഴകളും വറ്റി വരണ്ടു. കൃഷി നശിച്ച് ഗ്രാമം പട്ടിണി നേരിടുന്ന സമയം. കന്നുകാലികൾ ചത്തൊടുങ്ങി. ജനങ്ങൾ പൂജകളും പ്രാർത്ഥനകളും മന്ത്രങ്ങളും പരീക്ഷിച്ചെങ്കിലും മഴ കനിഞ്ഞില്ല. ചിലർ അവിടം വിട്ടു പോകാനും തുടങ്ങി. അപ്പോഴാണ് ആ ഗ്രാമത്തിലേക്ക് അന്യദേശത്തു നിന്ന് ഒരു സന്യാസി വന്നു ചേർന്നത്. അത്ഭുതം! അദ്ദേഹം അവിടെ കാലുകുത്തിയ പാടെ തെനാലിയിൽ മഴ പെയ്യാൻ തുടങ്ങി. ആളുകൾ സന്തോഷത്താൽ തുള്ളിച്ചാടി. നാട് രക്ഷപ്പെടുത്തിയ സന്യാസിയെ ആളുകൾ വണങ്ങി. അദ്ദേഹത്തോട് അവർ പറഞ്ഞു, "അങ്ങ് ഇവിടെ വന്നത് ഞങ്ങളുടെ മഹാഭാഗ്യമാണ്. അല്ലെങ്കിൽ ഇവിടെ മരുഭൂമി പോലെ നശിക്കുമായിരുന്നു." ഇത് കേട്ടുകൊണ്ടാണ് തെനാലി രാമൻ അങ്ങോട്ട് വന്നത്. ഈ സന്യാസി ഇവിടെ വന്നില്ലെങ്കിലും ഇതേ സമയത്ത് മഴ പെയ്യുമായിരുന്നു. തെനാലിയുടെ അഭിപ്രായം കേട്ട് ആളുകൾ ക്ഷുഭിതരായി. സന്യാസി എങ്ങാനും ശപിച്ചാൽ ഇവൻ മാത്രമല്ല, തങ്ങളുടെ ഗ്രാമം മുഴുവനും നശിക്കുമെന്ന് അവർ ഭയപ്പെട്ടു. എന്നാൽ സന്യാസിയാകട്ടെ ഒന്നും മിണ്ടിയില്ല. സന്യാസിയുടെ മുന്നിൽ ധിക്കാരം കാട്ടിയ രാമനെ അവർ തല്ലാനൊരുങ്ങി. അപ്പോൾ രാമൻ എല്ലാവരോടുമായി പറഞ്ഞു, "നിങ്ങൾ ദയവായി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. അടുത്ത നാട്ടിലെ ഒരു പനമരത്തിൽ പഴുത്ത പനമ്പഴം നിറഞ്ഞു നിന്ന സമയത്ത് ഒരു കാക്ക പനയിൽ വന്നിരുന്നു. പന അല്പം പോലും കുലുങ്ങിയില്ല. എങ്കിലും പൊടുന്നനെ അതിലൊരു പഴം താഴെ വീണു. മരച്ചുവട്ടിലിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ഏതാനും പമ്പര വിഡ്ഢികൾ ഇതുകണ്ട് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: കാക്ക മരത്തിൽ വന്നിരുന്നതുകൊണ്ടാണ് പനമ്പഴം വീണതെന്ന്. ഇത് തികച്ചും അന്ധവിശ്വാസം തന്നെ. അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ പറയുന്ന കാര്യവും." ഇതുകേട്ട് ആളുകൾ രാമനെ വീണ്ടും പുച്ഛിച്ചു തുടങ്ങി. അന്നേരം മഹാജ്ഞാനിയായ സന്യാസി അവനെ അടുത്തേക്ക് വിളിച്ചു. അല്പനേരം രാമനുമായി സംസാരിച്ചപ്പോൾ തന്നെ അവൻ്റെ വിശാലമായ ചിന്താഗതിയും അറിവും അദ്ദേഹത്തിന് വ്യക്തമായി. അങ്ങനെ രാമനിൽ മതിപ്പ് തോന്നിയ അദ്ദേഹം പറഞ്ഞു, "നിനക്ക് ഞാൻ ചില ഉപദേശങ്ങൾ തരാം. കാളിമന്ത്രവും പഠിപ്പിക്കാം. അതുമൂലം നീ കേമനാകും." പിന്നീട് സന്യാസിയിൽ നിന്നും കാളിമന്ത്രം പഠിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, "നീ ഇവിടെയുള്ള കാളിക്ഷേത്രത്തിൽ ഇന്ന് അർദ്ധരാത്രിയിൽ ചെന്ന് തുടർച്ചയായി മന്ത്രം ജപിക്കുക. ദേവിയുടെ അനുഗ്രഹം നിനക്ക് ലഭിക്കും." അനന്തരം സന്യാസി അവിടെ നിന്നും യാത്രയായി. ഗ്രാമനിവാസികൾ തെനാലി രാമനെ ബഹുമാനത്തോടെ നോക്കി നിന്നു. അന്ന് രാത്രിയിൽ രാമൻ കാളിക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. അർദ്ധരാത്രിയോടെ അവിടെ എത്തിച്ചേർന്നു. അമ്പലത്തിനുള്ളിൽ കടന്ന് മനഃപ്പാഠമാക്കിയ കാളിമന്ത്രം ജപിക്കാൻ തുടങ്ങി. കാളിദേവി പുറത്തു പോയിരിക്കുന്ന സമയമായിരുന്നു അത്. താമസിയാതെ രാമൻ ഉറക്കമായി.
കാളിദേവി ഉഗ്രരൂപത്തിൽ 1000 തലകളും മുഖങ്ങളും അനേകം പല്ലുകളുമായി നീണ്ട മുടിയോടും കൂടി തിരികെ പ്രത്യക്ഷപ്പെട്ടു. രാമൻ നോക്കിയപ്പോൾ കൈകൾ 2 മാത്രം. എന്തോ ഓർത്തിട്ടെന്ന പോലെ രാമൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. നീ എന്താണ് ചിരിക്കുന്നത്? ഞാൻ ഒരു കാര്യം ഓർത്ത് ചിരിച്ചു പോയതാണ്. എനിക്ക് മൂക്കൊലിപ്പ് വരുമ്പോൾ തുടച്ച് എൻ്റെ കൈകൾ മടുത്തു പോകാറുണ്ട്. അങ്ങനെയെങ്കിൽ 1000 മൂക്കുള്ള ദേവിക്ക് മൂക്കൊലിപ്പ് വന്നാലോ? ആ 2 കൈയും വെച്ചുകൊണ്ട് 1000 മൂക്ക് എന്തു ചെയ്യും? രാമൻ്റെ വർത്തമാനം കേട്ടിട്ട് ദേവിക്കും ചിരി വന്നു. രാമനിൽ സംപ്രീതയായി 2 സ്വർണ്ണക്കിണ്ണങ്ങൾ അവനു നേരെ നീട്ടിയിട്ട് പറഞ്ഞു, വലത് കിണ്ണത്തിലെ പാൽ കുടിച്ചാൽ നീ വളരെ അറിവുള്ളവനാകും. ഇടതു കിണ്ണത്തിലെ പാലിന് പുളിരസമുണ്ട്. അത് കുടിച്ചാൽ നിനക്ക് ധനവാനാകാം. അടിയനൊരു സംശയം. ധനം പുളിക്കുമെന്ന് പഴമക്കാർ പറയുന്നത് എന്തുകൊണ്ടാണ് ദേവി? മിക്കവാറും ധനവും സമ്പാദിക്കുന്ന വഴികൾ മധുരിക്കുന്നവയല്ല. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കിണ്ണം മാത്രം നീ എടുത്തുകൊള്ളൂ. എനിക്ക് 2 കിണ്ണത്തിലെയും പാലിൻ്റെ രുചി അറിയണം. എങ്കിൽ ഇതാ 2 കിണ്ണവും. ഇതിൽ വിരൽ തൊട്ട് നാവിൽ വെച്ച് നോക്കൂ. 2ഉം വാങ്ങിയ രാമൻ പെട്ടെന്ന് മുഴുവൻ പാലും അകത്താക്കി. കാളി ദേഷ്യപ്പെട്ടു. അപ്പോൾ രാമൻ പറഞ്ഞു, അടിയന് ധനവും അറിവും ഒരുപോലെ വേണം. എന്നോട് ക്ഷമിച്ചാലും. എന്നെ ധിക്കരിച്ച നീ ഒരു വികടകവിയായിത്തീരട്ടെ. ദേവി, അടിയന് മാപ്പ് തരണം. എനിക്ക് വികടകവിയല്ല, കവി തന്നെ ആകണം. രാമൻ കരയാൻ തുടങ്ങി. മനസ്സലിഞ്ഞ കാളിദേവി പറഞ്ഞു, നീ ഒരേ സമയം കവിയും വികടകവിയുമാകും. എന്നാൽ ഒരു വിദൂഷകൻ എന്ന നിലയിൽ നീ പ്രശസ്തനാകും. അനുഗ്രഹിച്ച ശേഷം ദേവി അപ്രത്യക്ഷയായി. രാമൻ പെട്ടെന്ന് കണ്ണു തുറന്നു. ഇതൊക്കെയും ക്ഷേത്രത്തിൽ മന്ത്രം ജപിക്കുന്നതിനിടെ താൻ കണ്ട സ്വപ്നമായിരുന്നു.